എല്ലാവർക്കും നല്ല നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം ഇന്ന് സാധിച്ചു. ചാലക്കുടിക്ക് അടുത്ത് ചാലക്കുടിയാറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വല്ലൂരാനച്ചൻ്റെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ വന്നത്. ഇന്ന് നടന്ന പരിപാടിയിൽ വിവിധങ്ങളായിട്ട് നിയോജകമണ്ഡലങ്ങളിലെ MLA മാർ, MP മാർ, മന്ത്രിമാർ ഇവരൊക്കെ പങ്കെടുത്ത ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സദസ്സായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ആദ്യം വരുന്നൊരു പരിപാടി, നോട്ടീസിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചൊരു സംഭവം, ഡിവൈൻ ധ്യാനകേന്ദ്രം പണിതു കൊടുത്ത വീടുകളുടെയും സ്ഥലത്തിൻ്റെയും അതിൻ്റെ രേഖകൾ കൈമാറ്റം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട അതിൻ്റെ വിതരണം നടത്തിയത് ഉദ്ഘാടനം ചെയ്തത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പക്ഷേ അതിൻ്റെ രേഖകളൊക്കെ സമർപ്പിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ MLA മാരും MP മാരും ചേർന്നിട്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈൻ പണിത് കൊടുത്ത വീടുകളുടെ സ്ഥലവും വീടും അടങ്ങുന്ന രേഖകളുടെ സമർപ്പണം ആണ് നടത്തിയിരുന്നത്. എന്താണ് ഈ സംഭവം എന്നറിയോ? ചാലക്കുടിയാറിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിൽ പെടുന്ന 2 പ്രദേശങ്ങൾ. ഒന്ന് 13-ാം വാർഡിലെ എരുമപ്പാടം എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഡിവൈന് കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ കുറേ വീടുകൾ, അതായത് ഡിവൈനിൽ വന്ന് ധ്യാനം കൂടി മനസാന്തരപ്പെട്ട് വേറെ നിത്യവൃത്തിക്കോ മറ്റു കാര്യങ്ങളൊക്കെ പോകാൻ പറ്റാതെ വല്ലാതെ നിരാശയിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന 2 സ്ഥലത്തും വീടുകൾ പണിതിട്ടുള്ളത്. എരുമപ്പാടത്ത് വീടുകൾ പണിതിട്ടുണ്ട്, കുറച്ചധികം വീടുകളുണ്ട്. അതുപോലെ തന്നെ മേലൂർ ശാന്തിപുരം 1-ാം വാർഡിൽ ഇതുപോലെ തന്നെ കുറേയധികം വീടുകൾ പണിതിട്ടുണ്ട്. ഇത് ഏകദേശം ഇതിൻ്റെ ഈ പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പ്രദേശമാണ് ഈ സ്ഥലം. ഇത് പണ്ട് പാടമായിരുന്നു, എടമ്പാടം എന്നാണ് ഇതിനെ പറയുക. ഈ പാടം നികത്തിയാണ് ഇവിടെ ഈ പറയുന്ന വീടുകളൊക്കെ വന്നത്. ഇത് ഏകദേശം അന്ന് ഇവിടെ ഡിവൈൻ്റെ ഒരു കെയർ സെൻറ്റർ വന്നു. അതിനെ തുടർന്നാണ് ഈ പാടങ്ങളെല്ലാം ഇതിൻ്റെ പിറകിൽ വാങ്ങിക്കുന്നതും ഇത് നികത്തപ്പെടുന്നതും അതിനുശേഷം അവിടെ വീടുകൾ വരുന്നതൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ എതിർപ്പുകളോ മറ്റു സംഭവങ്ങളൊന്നും, ഞാനിത് തൊട്ട പ്രദേശവാസിയാണ്, അങ്ങനെ വലിയ എതിർപ്പുകളോ സംഭവങ്ങളൊന്നും ഇല്ല. പെട്ടെന്നായിരുന്നു ഇതിൻ്റെ പരിപാടികളെല്ലാം തന്നെ. എരുമപ്പാടത്തും ഇതുപോലെ തന്നെ വീടുകൾ പണിതു. പക്ഷേ 2018 പ്രളയത്തിന് ശേഷം വലിയ രീതിയിലുള്ള പരിസ്ഥിതി വ്യതിയാനം ഉണ്ടായി. 2018 മുതൽ ഇപ്പോൾ കഴിഞ്ഞ് 2024 വരെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും വെള്ളം കയറുന്ന 2 പ്രദേശങ്ങളാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലുള്ള എരുമപ്പാടം ഭാഗത്തെ ഈ വീടുകളിലും ശാന്തിപുരം 1-ാം വാർഡിലെ ഈ വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം തുടർച്ചയായിട്ടുണ്ടാവുകയാണ്. ഈ വെള്ളം കയറാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും വീട്ടിലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാധനങ്ങൾ നശിക്കുകയോ മോട്ടോർ ഉൾപ്പെടെ നശിക്കുകയോ അല്ലെങ്കിൽ ചുമടേറ്റി കൊണ്ടുപോകുന്ന അവസ്ഥ എന്നും മുടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രദേശത്തെ വീടുകളുടെ രേഖകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഈ വീടുകളെല്ലാം തന്നെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ പേരിലാണ്. ഇതിലുള്ള ആളുകൾക്ക് ആ വീട്ടിൽ താമസിക്കാം എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളുടെ ഒരു 50 വീടുകളുടെ ഗൃഹനാഥന്മാർക്കാണ് ഇതിൻ്റെ രേഖകൾ കൈമാറുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമുണ്ടെന്ന് എനിക്ക് പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ച് പറയാൻ സാധിച്ചു. അതായത് അവരൊരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഭരണസമിതി ഒരു ഒബ്ജക്ഷൻ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കിട്ടുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. കാരണം ഇത് പോക്കുവരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല. കാരണം നിലമാണ്. ഈ നിലം ഒരു കാരണവശാലും, നിലമായി കിടക്കുന്ന സ്ഥലം ഒരു കാരണവശാലും പോക്കുവരവ് എടുത്ത് ഇത് മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പാടാക്കാനായിട്ടുള്ള സംഗതികൾ എളുപ്പത്തിൽ നടക്കാവുന്ന സാഹചര്യമല്ല. അതുമാത്രമല്ല, ഗവൺമെൻറ്റായിട്ട് മിച്ചഭൂമി എന്ന് വെച്ചാൽ കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് അധികമായിട്ട് ഭൂമി ഡിവൈൻ്റെ പേരിലുണ്ട് എന്ന് കാണിച്ചിട്ടൊരു കേസ് ഈ പറയുന്ന സർക്കാരായിട്ട് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ സ്ഥലം കിട്ടിയാലും ഇത് പഞ്ചായത്തിന് നമ്പർ ഇട്ട് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഇടപെടൽ നടത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയത്തിൽ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം കയറിയ സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ വരുന്ന ഭരണാധികാരികളും കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പറയുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പാടത്താണ് ഈ വീടുകളെല്ലാം വന്നിട്ടുള്ളത്, ഇത് സ്ഥിരമായിട്ട് ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കും, ഇതിനൊരു സൊല്യൂഷൻ വേണം. എന്താണ് ആ സൊല്യൂഷൻ? ഈ സൊല്യൂഷൻ ചെയ്യാനായിട്ട് പഞ്ചായത്തിനും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഡിവൈൻ പണിത് കൊടുത്ത ഈ വീടുകൾ, ഈ വെള്ളം കയറുന്ന വീടുകളുടെ രേഖകൾ അവർക്ക് തന്നെ കൊടുക്കുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടുന്നത്? അടുത്ത വർഷം 2025 ഈ പ്രദേശത്ത് വെള്ളം കയറാതിരിക്കുമോ? അഥവാ വെള്ളം കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ക്യാമ്പ് ഇടുന്നു. മേലൂർ ഗ്രാമപഞ്ചായത്തിന് എല്ലാ വർഷവും മുടങ്ങാതെ ക്യാമ്പ് വരുന്നതിൻ്റെ സാഹചര്യം ഈ പ്രദേശത്ത് വെള്ളം കയറുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രം ഈ പറയുന്ന ആളുകളെ സംരക്ഷിക്കുന്നുണ്ട്. ഈ വീടുകളിൽ വെള്ളം കയറുന്ന ഈ സംഗതി രേഖാസമർപ്പണത്തിലോടുകൂടി ഒരു പക്ഷേ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന് തീർച്ചയായിട്ടും അവരുടെ ഇത്രയും വീടുകളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം എടുക്കുകയാണ്.
CPM ഭരിക്കുന്ന പഞ്ചായത്താണ് മേലൂർ ഗ്രാമപഞ്ചായത്ത്. 25 വർഷത്തോളം CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കളക്ടറെ അടുത്ത് അവർ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ എല്ലാ വർഷവും തണ്ടേറ്റി പോകുന്ന കാഴ്ചയ്ക്ക് അറുതി വരുത്താൻ ഇതുകൊണ്ടാവില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്നത്തെ പരിപാടിയിലെ പ്രധാനപ്പെട്ട സംഭവത്തിൽ CPM ഭരിക്കുന്ന മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികൾക്കും ഭരണസമിതിക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇപ്പോൾ കൊടുത്ത ഈ 50 പേർക്ക് കൊടുത്തേക്കുന്ന സ്ഥലങ്ങൾ ഒരു 5 വീട്ടുകാരുണ്ട്. 5 വീട്ടുകാരുടെ സ്ഥലം ശരിക്കും കരഭൂമിയാണ്. അത് നമ്മളുടെ ഡിവൈൻ കെയർ സെന്ററിന്റെ ഒക്കെ മുന്നിൽ കൂടെ പോകുന്ന റോഡുണ്ട്. ആ റോഡിന്റെ ഏകദേശം പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ആ വീട്ടുകാർ താമസിക്കുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് വളരെ ഗുണകരമായ കാര്യമാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രം ചെയ്തതും അപ്പാടെ മോശമായി എന്നുള്ള സംഭവമല്ല ഞാൻ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണ ജനവിഭാഗങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന കാര്യത്തിൽ വിഷമിക്കുന്ന ദുരന്താവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായിട്ട് ഇത്തരം ഇടപെടലുകൾ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇതിന് ഉപോത്ഭവമായിട്ട് എതിർവാദം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്, ഈ പാടം നികത്തുന്ന സമയത്തും ഈ പാടം നികത്ത് ഈ ഇടംപാടം ഉൾപ്പെടെയുള്ള സംഗതികൾ പാടം നികത്തുന്ന സമയത്ത് അന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് CPM തന്നെയാണ്. അന്ന് എന്ത് സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്? അന്ന് ഈ പറയുന്ന വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാൻഡ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം ചിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാനത് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമായി ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പല കാര്യങ്ങളും പഞ്ചായത്ത് കൃത്യമായ സംഗതികൾ എടുക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം പല നിർമ്മാണ പ്രവൃത്തികളും പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലും അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായിരുന്നാലും ഒരു കാര്യം പറയാം, വെള്ളം കയറുന്ന അവസ്ഥ 2025 ഉണ്ടാകുമോ എന്ന് ഭയപ്പാട് ഈ പറയുന്ന വീട്ടുകാർക്കുണ്ട്. സ്ഥലവും രേഖയും ഒക്കെ കൈമാറുന്നത് വളരെ പുണ്യകർമ്മമാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ എങ്ങും പോകാൻ കഴിയാത്ത ആളുകളെയാണ് അന്ന് പനക്കലച്ചൻ ഇത്തരം വീടുകൾ പണിത് കൊടുത്തത്. ഒരുപക്ഷെ അപ്പോൾ ആ വീടുകൾ പണിത് കൊടുക്കുന്ന സമയത്ത് ഈ പ്രളയമോ മറ്റു കാര്യങ്ങളോ ഒന്നും മുന്നിലില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. 2018 ശേഷം 24 വരെയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാ വർഷവും മുടങ്ങാതെ വെള്ളം കയറുന്ന ഈ പാവങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന മനസ്സുള്ളവർ യഥാർത്ഥ യേശുക്രിസ്തുവിനെ, കുനിഞ്ഞിരുന്ന് നിലത്തെഴുതിയ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ചിന്തയിലേക്ക് കടന്നു വരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.